السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين والعاقبة المتقين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതും ഹദ്ദാദ് റാത്തിബ് പാരായണം ചെയ്തതും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് ഗ്രഹിക്കട്ടെ. നാം പറയുന്ന, പ്രവർത്തിക്കുന്ന, പഠിക്കുന്ന ഇൽമുകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കട്ടെ. അത് കാരണമായി മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതൊക്കെയും മാറിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഖൈറിൻ്റെ അഹ്ലുകാരായ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളുടെ മുത്തഖീൻ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനൊരു സബബായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായി ആമുഖ പ്രഭാഷണം നടത്തുന്നില്ല, നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ ഒരു തൗഫീഖാണ് നമ്മുടെ മഹല്ല് നേതൃത്വം നമുക്ക് ഇത്തരത്തിൽ അറിവ് പഠിക്കുവാൻ വേണ്ടി മാത്രമായി ഒരു ദിവസം നമുക്ക് നൽകിയത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തൗഫീഖാണ്. അതിനേക്കാൾ വലിയൊരു തൗഫീഖാണ് ഇത്തരത്തിലൊരു പരിപാടി വെച്ചിട്ട് ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നാം അനുവർത്തിക്കേണ്ടതായ കർത്തവ്യങ്ങളെ തെറ്റുകൂടാതെ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ കേവലം ഒരു മതപഠന ക്ലാസ്സല്ല, ഇത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ SMF എന്ന് പറയുന്ന മഹല്ല് ഫെഡറേഷൻ നമ്മെ അനുവർത്തിക്കുന്ന ഒന്നാണ്. മഹല്ലിലുള്ള ജനങ്ങൾക്ക് ദീനീ ബോധം വളർത്തി കൊടുക്കുക എന്നുള്ളത് ഒരു മഹല്ലിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് മഹല്ല് ഇതിനെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചതാണ് ഈ ഒരു മതപഠന ക്ലാസ് എന്നുള്ളത്. അപ്പം അതിൽ സമ്മതിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. ഇനി ഇവിടെ നിന്ന് ലഭ്യമാകുന്ന അറിവുകൾ നമുക്കറിയാം. നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിക്കൊണ്ട് നമ്മളോട് ചോദിക്കപ്പെടുന്ന അമലാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരം കഴിഞ്ഞ് മറ്റെന്തും ചോദിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സാമ്പത്തികമായി ഒരുപാട് പണം ചെലവഴിച്ചുണ്ടാകും, ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും, പല ആളുകൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ നിരവധി അനവധി ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നിസ്കാരം, ആ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചിട്ട് ബാക്കി എന്തും ചോദിക്കുള്ളൂ. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ നിന്ന് ഏറ്റവും പുണ്യമേറിയ ഇബാദത്തും നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയൊന്നുള്ളൂ. നിസ്കാരമല്ലാതെ കുറേ അമലുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നാണ് സാന്ദ്രമായ സമയത്ത് നമുക്ക് ഉണർത്താനുള്ളത്. നിസ്കാരം 5 നിസ്കാരം നമുക്കറിയാം. മറ്റുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെയും ഉപാധിയുണ്ട്. ഹജ്ജ് ചെയ്യണമെങ്കിൽ നിബന്ധനകളുണ്ട്, നോമ്പ് നോക്കണ നിബന്ധനകളുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന നിബന്ധനകളുണ്ട് അല്ലെ. സക്കാത്ത് കൊടുക്കുന്നതിന് ഒരു സാമ്പത്തികമായ ശേഷിയുള്ള ആൾക്ക് നോമ്പ് സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമുള്ളൂ. സാമ്പത്തികവും ശാരീരികവും വഴിയാനും മുതലാനും കഴിവുള്ളവന് ഹജ്ജ് നിർബന്ധമുള്ളൂ. ഇങ്ങനെ തുടങ്ങി ഓരോ അമലുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഓരോന്നിനും നിബന്ധനകൾ. പക്ഷെ നിബന്ധനകളില്ലാതെ നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടൊരു അമലുണ്ടെങ്കിൽ അത് നിസ്കാരമാണ്. ആ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ഫർള് വുജൂബാണ്, നിർബന്ധമായ കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിന് എത്ര പണം ചെലവഴിക്കേണ്ടി വന്നാലും, എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നാലും, നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ എനിക്കതിന് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്, അത് വിനിയോഗിച്ചില്ല എന്നുള്ളത് നമ്മുടെ പിഴവ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരം ചെയ്യാൻ ഈ ഒരു ക്ലാസ് ഉപകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കട്ടെ. 2 ലക്ഷ്യമാണത്. ഒന്ന്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാം, ആർക്കും കൊടുക്കാൻ അറിയാത്തത്, ആർക്കും നിസ്കരിക്കാൻ അറിയാത്തത്, ആർക്കും ജമാഅത്തിന് വരാൻ അറിയാത്തത്, എല്ലാവർക്കും എല്ലാം അറിയാവുന്ന തന്നെ. പക്ഷേ നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ അറിയുന്ന ആളുകൾക്ക് അത് കൂടുതൽ അവരുടെ അമലുകളിൽ പ്രചോദനപ്പെടാനും അറിയാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനുമാണ് നമ്മുടെ ക്ലാസ്സുകൾ ലക്ഷ്യമാക്കുന്നത്. നീട്ടിപ്പരത്തി പറയുന്നില്ല, വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു രത്നച്ചുരുക്കം. 1.5 മാസത്തോളമായിട്ട് ഇത് അവസാനിച്ചു കൊണ്ട് തന്നെ പല ആളുകൾ എവിടെയാണ് നിർത്തിയതെന്ന് നമുക്കറിയില്ല.
അതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ, ഒന്നാമത്തെ ക്ലാസ് ഇൽമിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് ഒരു മുസൽമാൻ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ട ദിക്റും അദ്കാറും ഒക്കെയും അർത്ഥസഹിതം നിങ്ങൾക്ക് വിശദീകരിച്ച് നിങ്ങളുടെ കൈവശം അത് ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവാം. ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രവേശിച്ചത്. ഇനി ഇവിടെ നമ്മുടെ നിസ്കാരം പൂർണ്ണമാകുന്നത് വരെ നമ്മുടെ ക്ലാസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിസ്കാരം പൂർത്തിയായാൽ നോമ്പിലേക്ക് പ്രവേശിക്കും, നോമ്പ് പൂർത്തിയായ സക്കാത്തിലേക്ക് പ്രവേശിക്കും, സക്കാത്ത് പൂർത്തിയായ ഹജ്ജിലേക്കും പ്രവേശിക്കും. പൂർത്തിയായാൽ അല്ലാഹു പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഏതൊരു കർമ്മത്തിനും 3 സംഹിതകളാണ് നിസ്കാരത്തിനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് ഷർത്താണ്, ഫറളാണ്, സുന്നത്താണ്. ഷർത്ത്, ഫറള്, സുന്നത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ചെയ്യുന്നതിൻ്റെ മുമ്പ് പാലിച്ചിരിക്കേണ്ട നിബന്ധന. ആ നിബന്ധനകൾക്കാണ് ഷർത്ത് എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ ഉൾപ്പെട്ടതല്ല, പക്ഷെ അവ കൂടാതെ നിസ്കാരം ശരിയാവില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഷർത്ത് എന്ന് പറയുക. ഇനിയോ സുന്നത്ത് നല്ലാലോ, സുന്നത്ത് ഐച്ഛികമായ കാര്യങ്ങളാണ്. അതും കൂടി ഉണ്ടെങ്കിൽ ആ കർമ്മം എന്തായി? പൂർണ്ണമായി. ചെയ്താൽ കൂടിയുണ്ട്, ഉപേക്ഷിച്ചിട്ടത് അതിന് പിഴവൊന്നും സംഭവിക്കില്ല. ഫറള് എന്ന് പറഞ്ഞാൽ ആ കർത്തവ്യം, നിസ്കാരം എന്ന കർത്തവ്യം, അത് നിർവഹിക്കുമ്പോൾ ആ നിർവഹണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുണ്ടെങ്കിലേ എന്താകുള്ളൂ, ആ ഒരു കർമ്മം ഉണ്ടാകുള്ളൂ. നിസ്കാരമാണ് നിസ്കാരം, വുളു ആണെങ്കിൽ വുളു. അപ്പോൾ ഏതൊരു കർമ്മത്തിനും, ഇപ്പോൾ നിസ്കാരമാണ് നമ്മുടെ വിഷയം, നിസ്കാരത്തിന് 3 ആക്ടിവിറ്റികളുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഒന്ന് ഷർത്താണ്, ഒന്ന് ഫറളാണ്, ഒന്ന് സുന്നത്താണ്. ആ നിസ്കാരത്തിൻ്റെ ഷർത്താണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. നിസ്കാരത്തിന് 5 ഷർത്തുകളാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ഷർത്ത് തന്നെ എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളതാണ്. രണ്ടാമത് നജിസുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ്. മൂന്നാമതോ പറയും, കുട്ടികളെങ്കിലും പറയും, എല്ലാവരും പറയില്ല. മൂന്നാമത്തെ എന്താണ്? അറിയില്ല ഏതായാലും. അപ്പോൾ ഒന്നാമത് എന്താണ്? ചെറിയ ശുദ്ധിയിൽ നിന്ന് വലിയ ശുദ്ധിയാവുക. രണ്ടാമത് നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക. 2 തരം ശുദ്ധീകരണമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഔറത്ത് മറക്കുക, അതുപോലെ തന്നെ നിത്യശുദ്ധിയുള്ളവന് സമയമായി എന്നറിയുക. 5-മത്തത് ഖിബലക്ക് മുന്നിടുക. ഇതാണ് 5 ഷർത്ത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത്. ശുദ്ധീകരണം 2 തരത്തിലാണുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു പോയതാണ്, അതിലേക്കൊന്ന് വരാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കാൻ മാത്രം. ശുദ്ധീകരണം 2 തരത്തിൽ. ഒന്ന് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക. അശുദ്ധികൾ ശുദ്ധിയാവുക എന്ന് പറയുമ്പോൾ 2 അശുദ്ധിയാണുള്ളത്. ഒന്ന് ചെറിയ ശുദ്ധിയാണ്, മറ്റൊന്ന് വലിയ ശുദ്ധിയാണ്. ചെറിയ ശുദ്ധി എന്ന് പറയുന്നത് വുളൂ ഇല്ലാത്ത അവസ്ഥക്കാണെന്ന് പറയുന്നത് ചെറിയ ശുദ്ധി എന്ന് പറയുന്നത്. വലിയ ശുദ്ധി എന്ന് പറയുന്നതോ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണെന്ന് പറയുന്നത് വലിയ ശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ശുദ്ധി നീങ്ങാൻ എന്ത് വേണം? വുളൂ എടുക്കണം. വലിയ ശുദ്ധി ഉയരണമെങ്കിൽ കുളിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. അതിൽ മർമ്മമാണ് ചെറിയ ശുദ്ധി ശുദ്ധിയാവുക എന്നുള്ള വുളൂ എന്നുള്ളത്. ആ വുളൂവിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കൂടുതലായിട്ടും പ്രതിപാദിച്ചത്. ഈ വുളൂ നിസ്കാരത്തിൽ പെട്ടതാണോ? അല്ല. പക്ഷെ വുളൂ ഇല്ലെങ്കിൽ എന്താവൂല? നിസ്കാരം ശരിയാവൂല. അതാണ് ഷർത്ത് എന്ന് പറയുന്നത്. കർമ്മത്തിൽ ഉൾപ്പെട്ടതല്ലെങ്കിലും അതുകൂടാതെ കർമ്മം എന്താവൂല? സ്വഹിയാവൂല. ആ വുളൂഇന്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മാത്രമല്ല, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഉണർത്തിയത് എല്ലാ സമയത്തും ഒരു മനുഷ്യന് വുളൂ ഉണ്ടായിരിക്കണം. അവൻ്റെ എല്ലാ കർത്തവ്യങ്ങളിലും, ജോലിക്ക് പോകുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, ഉറങ്ങാൻ പോകുമ്പോഴും, എല്ലാ അവസരത്തിലും വുളൂ ഉണ്ടാകുന്ന ലാ യുഹാഫിളുൽ വുളൂ ഇല്ലാ മുഅ്മിൻ. ഒരു യഥാർത്ഥ വിശ്വാസിക്കല്ലാതെ വുളൂഇനെ നിത്യമാക്കാൻ കഴിയില്ല. അപ്പം നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണോ, ഒരു യഥാർത്ഥ മുഅ്മിനാണോ എന്ന് നമുക്ക് തന്നെ നമ്മളെ സ്വയം വിലയിരുത്താൻ കഴിയും. നമുക്ക് സദാസമയം വുളൂ ഉണ്ടോ? വുളൂ മുറിഞ്ഞാൽ ആ വുളൂഇനെ വീണ്ടെടുക്കാൻ നമ്മൾ ആർജവം കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സദാസമയം വുളൂ ഉണ്ടാകുന്ന കൂട്ടത്തിൽ അല്ലാഹു നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പല കാരണങ്ങളും വുളൂ മുറിയും. ആ വുളൂ മുറിഞ്ഞാൽ ഉടനെ വുളൂവുമായിട്ടായിരിക്കണം. ഏത് സമയമാണ് നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടാൻ നമുക്കറിയാൻ കഴിയില്ല.
പക്ഷേ നമ്മുടെ ശരീരം റൂഹ് പിരിയുമ്പോൾ ഒരു വുദൂഓടുകൂടിയായിരിക്കണം നമ്മളൊക്കെ മരിക്കേണ്ടത്. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ആ വുദൂഇന് ഈ പറയപ്പെട്ടതുപോലെ തന്നെ എന്തുണ്ട്? ഷറത്തുണ്ട്, ഫറളുണ്ട്, സുന്നത്തുണ്ട്. വുദൂഇനത്തെ ഷറത്തുണ്ട്? 5 ഷറത്തുകളാണ് നമ്മൾ പ്രധാനമായിട്ടും എണ്ണി പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഷറത്താണെന്ത്? മാഉൻ മുത്ലഖൻ, വെള്ളം എന്തായിരിക്കണം? തൊഹൂറായിരിക്കണം, തൊഹൂറായ വെള്ളമായിരിക്കണം. നമുക്കറിയാവുന്ന എന്താ തൊഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളത്തിനാണ് എന്ത് പറയുന്നത്? തൊഹൂർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ശുദ്ധിയുള്ള വെള്ളവും എന്തല്ല? തൊഹൂറല്ല. ഒരു ഉദാഹരണം പറയാൻ പറ്റും. തൊഹൂറായ വെള്ളത്തിന് ചായ, അത് ത്വാഹിറായ വെള്ളമാണ്. ഇളനീർ വെള്ളം എന്താണ്? ത്വാഹിറാണ്. ഇതിനൊക്കെ ശുദ്ധിയുണ്ട്, കുടിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയൂല? ശുദ്ധീകരണത്തിന് പറ്റൂല. ശുദ്ധീകരണത്തിന് പറ്റുന്ന വെള്ളമാണിത് തൊഹൂർ. കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, കുളത്തിലെ വെള്ളം, ഇതൊക്കെയാണ് ശുദ്ധിയുള്ള വെള്ളം എന്നുള്ളത്. അപ്പോൾ വുദൂഇന്റെ ഒന്നാമത്തെ നിബന്ധന തന്നെ എന്താണ്? വുദൂ എടുക്കുന്ന വെള്ളം ശുദ്ധിയായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത് നിബന്ധന നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു പോയതാണ്. ഓർമ്മ ഉണ്ടെങ്കിൽ പറയും. ഇല്ല, നോക്കട്ടെ. അപ്പോൾ വുദൂഇന് 5 ഷറത്തുകളുണ്ട്. ഒന്നാമത്തെ ഷറത്ത് എന്താണ്? തൊഹൂറായ വെള്ളം ഉണ്ടായിരിക്കണം. രണ്ടാമത്തതോ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവലാണ്. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും ഇല്ലാതിരിക്കുക. അല്ലെ, കുമ്മായം, ചായം പോലോത്ത കഴുകപ്പെടുന്ന അവയവങ്ങളിൽ അത് കുമ്മായോ ചായയോ പൈൻറ്റോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെന്താവണം? അത് കഴുകി കളയണം. അതുമായിട്ട് കലർന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും എന്താവില്ല, ആ പകർച്ചയായ വെള്ളമാണ് എത്തുക. അതുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മഷി, പശ, പിന്നെ ട്യൂബ് മൈലാഞ്ചി. മൈലാഞ്ചി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ മൈലാഞ്ചിയല്ല. ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലഭ്യമാകുന്ന ചില മൈലാഞ്ചികൾ അഥവാ എസൻസ് ഉള്ളതായ മൈലാഞ്ചികളൊക്കെ എന്താണ്? പിന്നെ വെള്ളം ചേര് തടസ്സമാകുന്ന മൈലാഞ്ചികൾ പെടുന്നതാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ്. അതിലുള്ള ഏറ്റവും പോംവഴി ആ മൈലാഞ്ചി അടർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്താണ്? വെള്ളം ചേരുന്നതിന് തടയുന്ന മൈലാഞ്ചിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൈലാഞ്ചി ഇടാൻ പെണ്ണുങ്ങൾക്ക് അതിന് വിരോധമല്ല. അതിനും ഒരുപാട് നിബന്ധനകളുണ്ട്. അത് വേറെ ക്ലാസ്സാണ്. മൈലാഞ്ചിയുടെ എല്ലാ പെണ്ണുങ്ങൾക്കും സുന്നത്തൊന്നുമില്ല. ഭർത്താവിൻ്റെ മുമ്പിലേക്ക് ആകർഷണീയത്തിന് വേണ്ടിയിട്ടാണ് മൈലാഞ്ചി സുന്നത്തുള്ളത്. കല്യാണത്തിലും നാട്ടുകാരാണാൻ വേണ്ടി മൈലാഞ്ചി സുന്നത്തുള്ളത് സുന്നത്തൊന്നുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗൾഫിലാണ് പുതിയാപ്പള, ആ പെണ്ണിന് മൈലാഞ്ചിൻ്റെ സുന്നത്തില്ല. അങ്ങനെ മൈലാഞ്ചി ഇട്ടാൽ തന്നെ അത് മറ്റുള്ളവർ കാണുന്ന ഹറാമുമാണ്. മൈലാഞ്ചി ഇല്ലെങ്കിലും കാണാൻ പറ്റില്ല, കൈ ഔറത്താണല്ലോ എൻ്റെ പുരുഷന് മുമ്പിൽ. ഏതായാലും നമ്മൾ നമ്മുടെ വിഷയമല്ല. ഏതായിരുന്നാലും അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് അത്തരത്തിൽ നമ്മുടെ അവയവങ്ങളിൽ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അവയവത്തിലേക്ക് വെള്ളം കടക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ വുദൂഇന്റെ മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന ഒന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ മഷി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ പശ ഉണ്ടാവാൻ പാടില്ല. ഈ പറയുന്നതായ മറ്റു ഒരു സംഗതിയും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാലോ വുദൂഇന്റെ ഷർത്ത് പൂർണ്ണമാവില്ല. വുദൂഇന്റെ ഷർത്ത് പൂർണ്ണമായില്ലെങ്കിലോ വുദൂ ഇല്ലെങ്കിലോ നിസ്കാരമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നാലാമത്തെ മറ്റൊന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, വെള്ളം തഹൂറായിരിക്കുക. പിന്നെ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്നൊന്നും ഇല്ലാതിരിക്കുക. 3, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ തടയുന്ന ഒന്നും ഇല്ലാതിരിക്കുക. 4, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. ഇത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. വെള്ളം ഇങ്ങനെ ഹൗദിൽ തൊട്ടുകാണ്ട് ഇങ്ങനെ തേമ്പിയാൽ പോരാ, വെള്ളം ഒലിക്കണം. ഇതൊക്കെയാണ് കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മുഖം,
കൈ, കാൽ. ഇതാണ് ഈ 3 അവയവമാണ് നമുക്ക് എന്തുള്ളത്, കഴുകൽ നിർബന്ധമുള്ളത് അല്ലേ. ഈ 3 അവയവങ്ങളിൽ എന്താണ്, വെള്ളം ഒലിക്കണം. അത് വുളൂഇന്റെ ഷറത്തിൽപ്പെട്ടതാണ്. മനസ്സിലായല്ലോ. 5ാമത്തെ മറ്റൊരു കാര്യമാണ് നിത്യ അശുദ്ധിയുള്ളവൻ സമയമായെന്നറിയുക. ഇങ്ങനെ 5 ഷറത്തുകളാണ് വുളൂഇന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി പറയാം. 1ാമത്തെ എന്താ പറഞ്ഞത്, വെള്ളം തഹൂറായിരിക്കുക. 2, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. അതാണ് രണ്ടാമത്തത് അല്ലേ. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം പകർച്ചയാക്കുന്ന ഒന്നുമില്ല, ചായം പോലോത്തവ ഇല്ലാതിരിക്കുക അല്ലേ. 4ാമത്തതോ, വെള്ളത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഇല്ലാതെ, മഷി, പശ പോലത്തെ അതുപോലെ കട്ടിയുള്ള എണ്ണ ഇതൊന്നും ഇല്ലാതിരിക്കുക. 5ാമത്തത് നിത്യശുദ്ധി, മൂത്രവാർച്ച പോലത്തെ നിത്യശുദ്ധിയുള്ള ആളുകൾ സമയമായിട്ടേ വുളു എടുക്കാം. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പള്ളിക്കുന്ന കൊടുക്കുന്ന മുന്നേ തന്നെ വുളു എടുത്തുകൊണ്ട് പള്ളിലേക്ക് വരാൻ പറ്റില്ല. മൂത്രവാർച്ച പോലത്തെ അസുഖമുള്ള ആളുകൾ, എപ്പോഴും മൂത്രം ഇങ്ങനെ ഒറ്റുന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും രക്തം ഇങ്ങനെ ഒലിച്ച് ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകും. ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യണം, ആ സമയമായതിനു ശേഷം വുളു എടുക്കുക, നിസ്കരിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഈ 5 നിബന്ധനകളാണ് വുളു എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പാലിച്ചിരിക്കേണ്ട 5 നിബന്ധനകൾ. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. വുളൂഇന്റെ ഷറത്തുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് വുളൂഇന്റെ കർമ്മത്തിലേക്ക് വരണം. വുളൂഇന്റെ കർമ്മം, വുളൂ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വുളൂഇൻ നിർബന്ധമായ കാര്യങ്ങൾ, ഫറളാണ്. 2ാമത് വുളൂഇൽ സുന്നത്തായ കാര്യങ്ങൾ. അതും കൂടി ഉണ്ടെങ്കിൽ വുളൂ ഒന്നും കൂടി എന്താകുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ മുൻകഴിഞ്ഞതും പിൻകഴിഞ്ഞതുമായ പാപങ്ങൾ പൊറുക്കുന്ന അമലാണ് വുളൂ എന്ന് നമ്മൾ പറഞ്ഞു. വുളൂഇന്റെ അവയവത്തിന് വുളൂ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒലിക്കുന്ന ഓരോ തുള്ളിയിൽ നിന്നും അവന് ചെയ്തു പോയ പാപക്കരങ്ങളും അഴിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു ദോഷം പൊറുക്കുന്ന വുളൂ ആവണമെങ്കിൽ അത് വുളൂ ഹസനായിരിക്കണം, നല്ല രൂപത്തിലായിരിക്കണം വുളൂ എടുക്കേണ്ടത്. ആ നല്ല രൂപത്തിൽ വുളൂ എടുക്കണമെങ്കിൽ ഫറദിന്റെ കൂട്ടത്തിൽ എന്ത് വേണം, സുന്നത്തുകളും അറിഞ്ഞിരിക്കണം. മറ്റൊന്നാണ് വുളൂഇൽ പാടില്ലാത്ത കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ വേറെ. പാടില്ലാത്ത അത് ചെയ്തതിന് വുളൂക്ക് ശരിയാകും, പക്ഷെ ഉണ്ടെങ്കിൽ എന്താവില്ല, വുളൂഇന്റെ പരിപൂർണതയിലെത്തുക. ഉദാഹരണം പറയുകയാണെങ്കിൽ വുളൂ എടുക്കുമ്പോൾ സംസാരിച്ചിങ്ങനെ വുളൂ എടുക്കുകയാണ്, വുളൂ ശരിയാകും, പക്ഷെ എന്താവൂല, ഈ പാപം പൊറുക്കുന്ന നാളെ മഹ്ശറയിൽ നിന്ന് കൈകാൽ വെളുത്തവരെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ വിളിക്കുക. ആ കാറ്റഗറി നമ്മൾ വിടൂല. അതിനെന്ത് വേണം, വുളൂഇന്റെ സുന്നത്തുകൾ പാലിച്ചിരിക്കണം, കറാഹത്തുകൾ ഒഴിവാക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തുടങ്ങാം. വുളൂഇന്റെ ഫറളിലേക്ക് വരാം. വുളൂഇന്റെ 1ാമത്തെ ഫറദ്, ഏതൊരു ഫറദിന്റെയും 1ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? വുളൂ ആവട്ടെ, നിസ്കാരാവട്ടെ, ഹജ്ജാവട്ടെ, നോമ്പാവട്ടെ, ആദ്യത്തെ ഫറദ് എന്താ? നിയ്യത്താണ്. 1ാമത്തെ ഫറദ് എന്താണ്? നിയ്യത്താണ്. എന്താണ് നിയ്യത്ത് വെക്കുക? പറയും, വുളൂ എടുക്കലുണ്ടോ? എന്താ നിയ്യത്ത് വെക്കുക? പഠിച്ച റബ്ബേ, സമയമായാലും ജമാഅത്ത് തുറന്നോലെ വേഗം വുളൂ എടുക്കട്ടെ. അങ്ങനെ 2 തരത്തിലാണ് വുളൂഇന് നിയ്യത്തുള്ളത് അല്ലേ. ഒന്നില്ലെങ്കിൽ എന്താണ്, അവിത്വഹാറത്തി, എന്താണ്, ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു നിയ്യത്ത് വെക്കുക. അല്ലെങ്കിലോ ഇസ്തിബാഹത്തി സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളൂ എടുക്കുന്നു എന്ന് പറയുക. അതല്ലെങ്കിലോ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടു നിയ്യത്ത് വെക്കുക. അങ്ങനൊക്കെ മനസ്സിൽ കരുതുക. നിയ്യത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണ്? പറയൽ സുന്നത്തും കരുതൽ നിർബന്ധമാണ്. ഇത് കരുതാതെ നമ്മൾ കൈയും കാലും കൈകൊണ്ട് വുളൂ ആവൂല. ഫറളാണെന്ത്? വുളൂ എടുക്കുമ്പോൾ അവനെ കരുതണം. ഞാനിതാ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു നിയ്യത്ത് വെക്കണം, അല്ലെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളൂ എടുക്കുന്നു കരുതണം, അല്ലെ വുളൂ എന്ന ഫറളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കണം. ഈ നിയ്യത്തുണ്ടെങ്കിലേ വുളൂ ആവുള്ളൂ. എപ്പോഴാണ് ഈ വുളൂ വെക്കേണ്ടത്? എപ്പോഴാണ്? കൈ കഴുകുമ്പോഴാണോ? അല്ല, പിന്നെയോ മുഖത്തിൽ നിന്ന് അല്പം കഴുകുന്നതിന്റെ മുമ്പാണ്. മുഖത്തിൽ നിന്ന് അല്പം കഴുകുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ കഴുകുമ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്. മുൻകൈ കഴുകുമ്പോഴുള്ള നിയ്യത്ത് സുന്നത്താണ് അല്ലേ, ആ സുന്നത്താണ്.
വുളൂഇന്റെ മുഖം കഴുകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കേണ്ടത്. ഇത് പലപ്പോഴും നമുക്കറിയുന്ന വിഷയമാണെങ്കിലും പല ആളുകളിൽ നിന്നും പിഴവ് സംഭവിക്കുന്ന ഒന്നാണ്. നിയ്യത്ത് എവിടെ കൊണ്ടുപോയി വെക്കും? വുളൂഇന്റെ തുടക്കത്തിൽ. വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് ഹൗദിന്റെ കരക്കത്തിൽ പൈപ്പിന്റെ ചോട്ടിലെത്തിൽ വെള്ളം നിന്ന് കോരി എടുത്ത സമയത്ത് എന്ത് ചെയ്യും? വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടു നിസ്കാരം ഒക്കെ പറയും. ചില വല്യന്മാരൊക്കെ ഉണ്ടാകും, ഒക്കെ എല്ലാതും പറയും. വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടു നിസ്കാരത്തെ ഞാൻ ഹലാക്കേണ്ടി വുളൂ എടുക്കുന്നു, ചെറിയ ശുദ്ധി ഓർന്നു, എല്ലാതും പറയും. എപ്പോ മുൻകൈ കഴുകുമ്പോഴാണ് പറയുന്നതെങ്കിൽ അതെന്താവൂല? ഫറലായ നിയ്യത്തായിട്ടില്ല. ഫറലായ നിയ്യത്ത് എവിടെയാണ് കരുതേണ്ടത്? വുളൂഇന്റെ ഒന്നാമത്തെ ഫറള് നിയ്യത്താണ്. രണ്ടാമത്തെ ഫറള് മുഖം കഴുകുക എന്നുള്ളതാണ്. ആ മുഖം കഴുകുന്നതിന്റെ ആരംഭത്തിലാണ് ഞാൻ വുളൂഇന്റെ ഫറളിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ ഫറള്. എന്താണ്? മുഖം കഴുകുക. ആ മുഖം കഴുകുന്നതിന്റെ ആരംഭത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നിയ്യത്ത് വേണ്ടത്. പിന്നെ നാലാമത്തെ ഫറളാണ് വൽ യദൈനി മഅൽ മിർഫഖൈൻ, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക. ഇതാണ് നാലാമത്തെ ഫറള് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫറള്. ഒന്നാമത്തെ ഫറള് നിയ്യത്ത്, രണ്ടാമത്തെ ഫറള് മുഖം കഴുകല്, മൂന്നാമത്തെ ഫറള് കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. ഇനിയോ നാലാമത്തെ ഫറളോ വമസ്ഹു ബഅദി റഅസിൻ, തലയിൽ നിന്ന് അല്പം തടവുക. തലയിൽ നിന്ന് അല്പം തടവുക. എവിടെയും തടവുക. മുമ്പിലും തടവുക, നടുവിലും തടവുക, ബാക്കിലൊക്കെ തടവുക. പക്ഷെ മുമ്പിൽ തടവലാണ് സുന്നത്ത്. ഇൻഷാ അല്ലാഹ് സുന്നത്തിന്റെ ഭാഗത്തിൽ പറയും. അപ്പൊ തലയിൽ നിന്ന് അല്പം തടവൽ എന്താണ്? നിർബന്ധമാണ്. ഇനി മുടിയിലായാലും ശരിയാകും. പിന്നെയാണെന്ത്? അഞ്ചാമത്തെ ഫറദ് എന്താ പറയും? ചെവി തടവല് ഫറദല്ല. ചെവി തടവൽ എന്താണ്? സുന്നത്താണ്. ചെവി തടവല് സുന്നത്താണ്. അപ്പൊ ഇനി അഞ്ചാമത്തെ ഫറദ് വരുന്നത് വഗസ്ലു റിജ്ലൈനി, രണ്ട് കാലും കഴുകണം. എങ്ങനെ? മഅൽ കഅബൈനി, കഅബയിൽ പോയിട്ട് കഴുകണം എന്നല്ല, മറിച്ചോ പിന്നെയോ മടമ്പുകാൽ ഉൾപ്പെടെ രണ്ട് കാലും കഴുകണം. ഷെയ്മേ, മടമ്പുകാൽ ഉൾപ്പെടെ രണ്ട് കാലും കഴുകണം. വെള്ളം പറഞ്ഞാൽ മതിയോ? പാട്ടോണ്ട് പറഞ്ഞാൽ മതിയോ? പോരാ, ശ്രദ്ധിക്കണം. മടമ്പുകാൽ നനയണം. മനസ്സിലാകുന്നുണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. പിന്നെയാണ് ആറാമത്തെ ഫറള് വത്തർത്തീബ്. ഈ ക്രമം തന്നെ ആവണം. അല്ലാതെ നമുക്ക് സൗകര്യപ്പെട്ടത് എന്താ? ആദ്യം കപ്പിട്ടി, കുറേ ആൾക്കാർ വുളു കൊടുക്കാണ്ട്, കപ്പിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? കാലം കഴുകി, പിന്നെ ബാക്കി. അങ്ങനെ പറ്റുമോ? പറ്റൂല. ഈ ക്രമം തന്നെ ആയിരിക്കണം. അതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ്. ഒന്നാമത്തത് നിയ്യത്ത്, മുഖം കഴുകുക, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, കാൽ രണ്ടും മടമ്പുകാൽ ഉൾപ്പെടെ കഴുകുക. പിന്നെ 6 തർത്തീബ്, വഴിക്കു വഴിയായി ചെയ്യുക. ഇത് നമുക്ക് അറിയാവുന്നതുമാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നതുമാണ്. ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ചില ആളുകൾക്ക് വസ്വാസുൽ ഖന്നാസ് ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അത് ചെയ്തോ ഇത് ചെയ്തോ സംശയിക്കും. ഉദാഹരണം പറയാൻ, പ്രത്യേകിച്ച് കുളി കഴിഞ്ഞ സമയത്ത് നമ്മൾ വുളു കൊടുക്കുകയാണ്. സാധാരണ ഒരു ഫറലായ കുളിയല്ല, സാധാരണ കുളി കുളിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വുളു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? കാലിങ്ങനെ കഴുകുമ്പോഴാണ് ഇന്നപ്പോൾ തല തടവിയോ സംശയിച്ചു, അല്ലെങ്കിൽ ഞാൻ കൈ കഴുകിയോ സംശയിച്ചു. ഇങ്ങനെ വുളു കഴിയുന്നതിന് മുമ്പ് വുളുഇന്റെ ഫറള് സംശയിച്ചാൽ ഇത് പോയില്ലാണ് കേട്ടോ. വുളു കഴിയുന്നതിൻ്റെ മുമ്പ് അവിടെ ആളില്ലേ? ഉണ്ടാകും സാധാരണ. ഓക്കെ, അപ്പൊ എന്താണ്? വുളു കഴിയുന്നതിന് മുമ്പ് മുഖം കഴുകിയോ, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക, അല്ലെങ്കിൽ വലത്ത് കൈ കഴുകുക, ഇടത്ത് കൈ കഴുകുക സംശയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താവണം? എവിടെയാണോ നമുക്ക് സംശയം ഉണ്ടാകുന്നത് അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കണം. കൈ കഴുകി സംശയം നിന്ന് കൈ ഒന്നുകൂടി കഴുകിയാണ്ട് കാല് പോകാൻ പാടില്ല. കാല് നിന്ന് കൈ കഴുകിയതിന് ശേഷമാണ് എന്തുള്ളത്? തല തടവുക എന്നുള്ള ഫറളുള്ളത്. കാരണം എന്താ? വുളുഇന്റെ 6ാമത്തെ ഫറള് എന്താണ്? തർത്തീബ് എന്നാണ്. തർത്തീബ് എന്താ? വഴിക്കു വഴിയായി തന്നെ ചെയ്യണം.
ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുമാണ്. ഇനി ഒരാൾക്ക് സംശയം വന്നത് വുളൂ കഴിഞ്ഞതിന് ശേഷം, വുളൂവിൻ്റെ ദ്രോഹി കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കൈ കഴുകിയോ സംശയിച്ചതെങ്കിൽ ആ സംശയത്തിന് എന്തില്ല, പ്രശസ്തിയില്ല. നിസ്കാരപ്രവർത്തനം നിസ്കാരം വീട്ടിന് ശേഷമാണ്, കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതില്ലാത്ത പോലെ. നേരെ മറിച്ച് നമുക്ക് ബോധ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാൻ നമുക്ക് കഴിവ് കാണുന്നുണ്ട്, നനവും കാര്യങ്ങളൊന്നുമില്ല, ബോധ്യമാണെന്ത്, ഞാൻ കൈ കഴുകിയില്ലാന്ന് ബോധ്യമായാൽ വുളു എന്താവണം, മടക്കി വുളു കൊടുക്കുകയാണ്. ഇതാണ് വുളുവിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ഇനി വുളുവിൻ്റെ സുന്നത്തുകളാണ്. വുളുവിൻ്റെ സുന്നത്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സുന്നത്തുകൾ വുളുവിൽ പാലിക്കേണ്ടതുണ്ട്. ഈ ഫറളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മളൊക്കെ ചെയ്യുന്നതുണ്ട്. പക്ഷെ സുന്നത്തുകൾ നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലെങ്കിലും വുളുവിൻ്റെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് വുളു എടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ സുന്നത്ത് അത്തസ്മിയ, ബിസ്മി ചൊല്ലണം എന്നുള്ളതാണ്. വുളുവിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലുന്ന സുന്നത്താണ്. ആയതു ബിസ്മി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വുളുവിന് മുൻകൈ എന്താ ചൊല്ലേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി ജഅല മഅ തഹൂറ. ചൊല്ലലുണ്ടോ? ഇല്ല, പഠിച്ചു. രണ്ടാം ക്ലാസ്സിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയും, പക്ഷെ നമ്മൾ ആരും ചെയ്യലില്ല. വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മിയുടെ വിഷയത്തെ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം ഗൗരവം പറഞ്ഞിട്ടെന്നറിയുമോ? ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, ഒരാൾ വുളൂ എടുത്തില്ലെങ്കിൽ അവനക്ക് നിസ്കാരമില്ല. വലാ വുളൂഅ, അവനക്ക് വുളൂഉമില്ല. ലിമൻ ലം യുദ്കർ ബിസ്മില്ലാഹി അലൈഹി, വുളൂ എടുക്കുമ്പോൾ അവൻ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവൻ്റെ വുളൂഉം പരിപൂർണ്ണമല്ലെന്ന് ലോകത്തിന്റെ നേതാവ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അത്രത്തോളം ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വിഷയമാണെന്ത്, വുളൂ എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം എന്നുള്ളത്. ബിസ്മി ചൊല്ലിന് വുളൂ ശരിയാണ്, വുളൂവിൻ്റെ പറഞ്ഞപ്പെട്ടതല്ല. പക്ഷെ വുളൂ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ ഒരു വാക്യം തന്നെയാണ്, വുളൂ ഇല്ലാത്ത നിസ്കാരമില്ല, ബിസ്മി ഇല്ലാത്ത വുളൂഇല്ല. അതുകൊണ്ട് എത്രത്തോളം ഗൗരവമുണ്ടെന്നുള്ളത്. അപ്പോൾ നിർബന്ധമല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർബന്ധപൂർവം നമ്മൾ പാലിച്ചിരിക്കുന്ന ഒന്നാണ് വുളൂഇൻ്റെ ആരംഭത്തിൽ ബിസ്മി ചൊല്ലുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയമാണ് സുമ്മ ഗസ്ലുൽ കഫൈനി, രണ്ട് കൈയും കൈയിൻ്റെ മുൻകൈ കഴുകുക. ഇത് വുളൂഇൻ്റെ സുന്നത്താണ്. പിന്നെയോ സുമ്മ സിവാക്, പിന്നെയോ പല്ല് തേക്കുക. ഇത് വലിയൊരു സുന്നത്തിനും തർത്തീബുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഫസ്റ്റൊക്കെ എന്ത് ചെയ്യും, സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ വല്ലിപ്പാറ കീശയിലൊക്കെ ഒരു അറാക്കിൻ്റെ കൊള്ളി ഉണ്ടാകും. അപ്പം അതൊക്കെ അപൂർവമാണ്. അപ്പം ആർക്കുണ്ടോ? ഇപ്പോൾ ഉണ്ടോ? പഴയ കാലത്തൊക്കെ ഇപ്പം ഉണ്ടോ? അല്ലേ? ഉണ്ടാവും. ഒരു വുളൂ എടുക്കുമ്പോൾ ഇതേപോലെ നിയ്യത്ത് വെച്ച് വുളൂവിൻ്റെ സുന്നത്തിൽ ഞാൻ കൂട്ടുന്ന നിയ്യത്തൊക്കെ വെച്ചിട്ട് ആദ്യം ബിസ്മി ചൊല്ലി ദിക്റൊക്കെ ചൊല്ലി മുൻകൈയൊക്കെ കഴുകിയതിന് ശേഷം എന്ത് ചെയ്യും, ഒരു വായു വെള്ളം കുപ്പിളിക്കുന്ന മുമ്പ് എന്ത് ചെയ്യും, ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വുളൂ എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എത്രത്തോളം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ. എന്താണ്? ബിക്കുല്ലി ഹശ്നിൻ, ഒരു ഉരമുള്ള വസ്തു കൊണ്ട് വുളൂ എടുക്കുമ്പോൾ നിങ്ങൾ പല്ല് തേക്കണം. ഇല്ലാ ലിസ്വാഇ ബഅദ സവാൽ, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മതി. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ലേക്കൽ സുന്നത്തില്ല. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ പല്ല് തേക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിക്കുകയാണ്, ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അതൊരു പ്രയാസമല്ലായിരുന്നുവെങ്കിൽ അമർത്തും ബിസിവാക്കി മഅകുല്ലി വുളൂ, എല്ലാ വുളൂവിൻ്റെ സമയത്തും ആ മിസ്വാക്ക് കൊണ്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി. കാണുങ്ങൾ. അപ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ, അത്രയ്ക്കും പുണ്യമുള്ളൊരു കാര്യമാണ് വുളൂ എടുക്കുന്ന സമയത്ത് പല്ല് തേക്കുക എന്നുള്ളത്. അപ്പോൾ വുളൂഇൻ്റെ പല്ല് തേക്കൽ എവിടെ വരണം? ഈ മുൻകൈ കഴുകിയതിന് ശേഷമാണ് ആ സുന്നത്തായ പല്ല് തേക്കൽ വരേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ ആ വുളൂഇൻ്റെ സുന്നത്തിന് നമ്മൾ കിട്ടും. കാരണം എന്താണെന്നറിയോ? ഈ പല്ല് തേക്കൽ ആദ്യം ഉണ്ടായാൽ എന്താ കുഴപ്പം? പല്ല് വൃത്തിയായ പോരെ? ഒരു ചോദ്യം നമുക്കുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്.
വുളൂഇന്റെ ആരംഭത്തിൽ പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം വുളൂഇന്റെ ആരംഭത്തിൽ വുളൂഇന്റെ സുന്നത്തിനെ വീട്ടുന്നതിന് നിങ്ങൾ നിയ്യത്ത് വെക്കുക. എപ്പോ അലാ ഗസ്ൽ വജ്ഹി, മുഖം കഴുകുന്നതിന് മുമ്പ് ചെയ്യുന്ന കർമ്മങ്ങളുടെ മുമ്പ്. അത് പറഞ്ഞേതാ? ബിസ്മില്ലലും മുൻകൈകളുമാണല്ലോ. ആ സമയത്ത് വുളൂഇന്റെ സുന്നത്തിനെ നിങ്ങൾ വീട്ടുന്ന നിയ്യത്ത് വെക്കുക. എന്തിനു വേണ്ടി? ലിയുസാബ അലൈഹാ, എങ്കിലേ എന്ത് കിട്ടുള്ളൂ? ഈ സുന്നത്തിന്റെ കൂലി കിട്ടുള്ളൂ. അപ്പോൾ വുളൂഇൽ ഉൾപ്പെടുള്ളത്. അപ്പൊ നമ്മൾ അതിന് മുന്നേ രാവിലെ നീച്ച് പല്ല് തേക്കുന്നുണ്ട്. പല്ല് തേക്കൽ എപ്പോഴും സുന്നത്തുള്ള കാര്യം തന്നെയാണ്. ആ പല്ല് തേക്കല് ഈ വുളൂഇൽ ഉൾപ്പെട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ വുളൂഇൽ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ ആ മിസ്വാക്കിന്റെ കൂലി നമുക്ക് വുളൂഇൽ കിട്ടിയിട്ടില്ല. ഇനി ആ മിസ്വാക്കിന്റെ കൂലി വുളൂഇൽ കിട്ടണമെങ്കിൽ എന്താവണം? ഈ നിയ്യത്തിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ മിസ്വാക്ക് ചെയ്യലെന്ന് വരുന്നത്. മിസ്വാക്ക് ചെയ്താൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതാണ് റസൂൽ നമ്മെ പഠിപ്പിച്ചല്ലോ. എന്റെ ഉമ്മത്തിന് അത് പ്രയാസമാകുമെങ്കിൽ അത് വുളൂഇന്റെ ഫർളായി ഞാൻ അവിടെ പറയുമായിരുന്നു. ആ പ്രയാസമാണ് റസൂലുള്ളാഹിക്ക് അറിയാം. അന്നത്തെ സ്വഹാബത്തിന് പ്രയാസമൊന്നുമല്ല. കാലം മുന്നോട്ട് പോകല്ലേ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ പഴയ കാലത്ത് എല്ലാ വല്ലിപ്പാറും ആറാക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ പുറത്ത് ഒറ്റ വല്ലിപ്പാറും ഇല്ല, സ്ഥലമില്ല. നാളെ പോയില്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്ന് അറിയാം. അല്ലാഹു റസൂലിന് അതിന് ലോകാവസാനം വരെയുള്ള പ്രവാചകനാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുസ്ലിമ പഠിപ്പിച്ചു. നമുക്ക് പ്രയാസമാവില്ലായിരുന്നെങ്കിൽ നമ്മളോട് നിർബന്ധപൂർവം പല്ലിയേക്കാൻ പറയുമായിരുന്നു. അത്രയും പുണ്യമുള്ള കർത്തവ്യമാണ് വുളൂ എടുക്കുമ്പോൾ പല്ലിയേക്കുക എന്നുള്ളത്. എപ്പോ പല്ലിയേക്കണം? നിയ്യത്തിന് ശേഷം. വുളൂഇന്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്ന നിയ്യത്തിന് ശേഷം ആദ്യം ബിസ്മി ചൊല്ലിയതിന് ശേഷമാണ്. ആദ്യം ബിസ്മി ചൊല്ലി ആദ്യം ചെയ്യേണ്ട പണി എന്താ? മുൻകൈ കൈകളാണ്. അപ്പൊ പിന്നെ അതിന് മുന്നേ മിസ്വാക്കിന് അവസരമില്ലല്ലോ. അപ്പൊ മിസ്വാക്കിന് അവസരമുള്ളത് ഈ മുൻകൈ കൈകിന് ശേഷമുള്ള സുന്നത്താണ്. ഏത് തുമ്മൽ മള. ഇത് വലിയൊരു പോയിന്റാണ്. ഞാനടക്കം പല ആളുടെ സ്വന്തം നഫ്സിനോട് നമ്മളോടൊപ്പം ഉണർത്താൻ കഴിയും. വലിയൊരു സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. മളുമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇസ്തിൻഷാക്കും നമുക്ക് പലരും ഉണ്ടാവലില്ല. ഇസ്തിൻഷാക്ക് എന്താ? വായുവെള്ളം മതമതാണ്. മൂക്കിൽ വെള്ളം കയറ്റിച്ചില്ല. നമ്മൾ മൂക്കിൽ വെള്ളം തൊടലാണ്. വെള്ളം കയറ്റി ചീറ്റാണ്. അത് നമ്മളിൽ ഉണ്ടാവലില്ല. വുളൂഇൽ വലിയ സുന്നത്താണിത്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റത്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നവർക്ക് ബുദ്ധിപൂർവ്വത വർദ്ധിക്കുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ബുദ്ധിയില്ല കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. ഒരു വുളൂ കൃത്യമായ നല്ല വുളൂ കുട്ടികളെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന സുന്നത്ത് ഞാനടക്കമുള്ള പലരും ഉപേക്ഷിക്കുന്നവരാണ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ മതമതത്ത് വേണം, ഇസ്തിഷാക്ക് വേണം. മറ്റൊന്നാണ് വൽ മുബാലഗത്തു ഫീഹിമാ ലിൽ മുഫ്തിരി. മുഫ്തിർ എന്ന് പറഞ്ഞാൽ പിന്നെ നോമ്പുകാരനാണ് മുഫ്തിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നോമ്പില്ലാത്തവന് ഈ രണ്ട് കാര്യത്തിലും ആവേശം, മുബാലഗത്ത്, അതിന് വല്ലാത്ത താല്പര്യം പ്രകടിപ്പിക്കണം. എന്തിന്? വായുവെള്ളം കുപ്പിളിക്കാനും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടാണ്. ചെയ്യലില്ലല്ലോ. പരീക്ഷയിൽ വരുന്നത് ഫുൾ മാർക്ക് വേണം. ചെയ്തു പഠിക്കുന്നതിന് മുമ്പ് വുളൂഓട് പഠിക്കാൻ വേണ്ടിയിരിക്കുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കാനിരുന്നാൽ പഠിച്ചത് മുഴുവൻ പഠിക്കും. കാരണം എന്താ അറിയോ? ഈ ബിലീസ് കൂടുന്ന സ്ഥലം എവിടെയാണ്? നമ്മൾ തരിമൂക്കിലാണ്. നമുക്കറിയാം അല്ലേ? ബിലീസ് അവിടെ ഉള്ളത് തരിമൂക്കിലാണ്. നമ്മൾ വിശ്വാസം ഉണ്ടാക്കുന്ന ആളാരാണ്? ബിലീസ്. അവൻ അവിടെ ഉള്ളത് മൂക്കിനുള്ളിലുണ്ടാകും. അപ്പം വായു വെള്ളം കുപ്പിളിക്കുന്നതോടൊപ്പം ഇസ്തിൻഷാഖുവിന്റെ സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസമൊക്കെ വല്ല പ്രയാസം ഉണ്ടാവും കേട്ടോ. ഞാനിത് ഓതുന്ന സമയത്ത് അന്ന് ഞാൻ സ്കൂൾ 8ാം ക്ലാസ്സിലാണ്. ഈ ഷാഹിബാദർ കിതാബ് ഓതുന്ന സമയത്ത് സ്കൂൾ 8ാം ക്ലാസ്സിലാണ്. ചീലവും മാറിയില്ല. കുറച്ച് പഠിക്കുന്ന സമയത്തുണ്ടോ, പഠിക്കുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഒരു പുകട്ട് കൂടിയൊരു അവസ്ഥ ഉണ്ടാവും. ചെവിൻ്റെ കൂടി ഒരു പുകങ്ങനെ വരും ചെയ്യുമ്പോൾ വെള്ളം കയറ്റിച്ചിട്ടുമ്പോഴേ ഒരു 2-3 ദിവസം ഉണ്ടാവും. പിന്നെയാണ് ശരിയാവും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാലങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചതൊക്കെ ഇങ്ങനെ മറക്കും, അമലൊക്കെ നഷ്ടപ്പെടും. ഇനി ഇവിടുന്ന് വേണ്ടി നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കിതാബ് നോക്കിയപ്പോൾ എനിക്കത് ബോധ്യമായി. ഇനി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്കും അത് അതിൻ്റെ വിഷയം തന്നെ മുഖ്യമുള്ള സ്കൂൾ മദ്രസ പഠിക്കണമല്ലേ. അപ്പോൾ ഇത് നമ്മളെന്താണ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാത്രമല്ല വജമുഹുമാ, ഇത് രണ്ടും ഒപ്പം ചെയ്യുക. അങ്ങനെ മൂക്കിൽ വെള്ളം വായിൽ വെള്ളം എടുക്കുന്നതോടുകൂടി തന്നെ
വായിൽ വെള്ളം എടുക്കുക. പിന്നെയോ ബിഉറഫി ഇസ്തിൻശറാറി, എന്നിട്ടോ മൂക്ക് പിഴിയുകയും ചെയ്യുക. ഇത് വുളൂവിന്റെ സുന്നത്തപ്പെട്ടതാണ്. ഇതലാതി ഉറഫിന് 3 പ്രാവശ്യം എന്ത് ചെയ്യുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ഇസ്തിശാർ എന്നാൽ മൂക്ക് പിഴിയുകയും ചെയ്യുക. ഇത് വുളൂഇന്റെ വലിയ സുന്നത്തായ ഒരു കർത്തവ്യത്തിൽ പെട്ടതാണ്. നോമ്പുകാരനല്ലാത്തവരെല്ലാം ഇതിൽ ജാഗ്രതരാകണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയം മസ്ഹു കുല്ലു റഅസിൻ. നിർത്തണ്ട് പോലെ അപ്പൊ തുറന്നു. അല്ല ഇപ്പൊ നിർത്തണം, അത് നിർത്തണോ അതോ 8 മണി വരെ പോകുമെന്നില്ല ചോദിക്കുന്നത്? 10 പോകാം. ശരി, നോക്കി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ നിർത്തിയത്. ഇനി അടുത്തൊരു സുന്നത്താണ് എന്ത്, തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളത് വുളൂഇന്റെ ഫർളാണ്. എന്നാൽ തല മുഴുവനും തടവുക എന്നുള്ളത് വുളൂഇന്റെ സുന്നത്താണ്. പിന്നെ പോലത്തെ ആളുകൾ ഈ തല കെട്ടി വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. ഈ തല കെട്ടി വരുന്നതിന്റെ സുന്നത്ത് കിട്ടാൻ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിന് മേലെ കൂടി ഇങ്ങനെ പോകാൻ എന്തായി സുന്നത്ത് കിട്ടുമെന്നാണ് മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. കിട്ടൂല എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. ഭൂരിഭാഗം അഭിപ്രായ പ്രകാരം തലകെട്ടിൻ്റെ മുകളിലൂടെ തടവിയാലും അതിന് സുന്നത്ത് പൂർണ്ണമാകുമെന്നുള്ളതാണ്. ഊരിച്ചാൽ മതി, ഭക്ഷണമൊക്കെ തീർന്നു. യാത്രയൊക്കെ ആകുമ്പോൾ ഇവക്കൊക്കെ സ്ഥലം ഉണ്ടാവില്ല, കുറഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ തലേന്ന് അല്പം തടവുമ്പോൾ ഇമാറത്തിൻ്റെ മുകളിൽ തടവിയാലും സുന്നത്ത് പൂർണ്ണമാകും എന്നുള്ളതാണ്. അപ്പം ഏതായിരുന്നാലും മസ്ഹു കുല്ലു റഅസിൻ, തല മുഴുവനും തടവൽ വുളൂഇന്റെ സുന്നത്താണ്. മറ്റൊരു പോയിന്റാണ് വല്ലുദിനെ, ചെവി തടവുക എന്നുള്ളത്. ഇത് എല്ലാവരും ചെവി തടവും, ആ സുന്നത്ത് എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടുന്നത് ഉള്ളും പുറവും തടവൽ സുന്നത്തുണ്ട്. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വെള്ളം തൊട്ടിട്ട് ചെവിയിൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ തിരിക്കും അല്ലേ. റിട്ടം പോകില്ല. റിട്ടം പോകുന്നതിനുള്ള ഇവിടെ ഉണ്ടോ ഈ ചെവിയിൽ കുറേ മടക്കൊക്കെ ഉണ്ടാവും. ഈ മടക്ക് കൂടെ എന്താവണം, ഈ ചൂണ്ടവരിൽ ഇങ്ങനെ ഓടി നടക്കണം. അപ്പോൾ ഉള്ളും പുറവും തടവലാവുള്ളൂ. ഇത് നമുക്ക് നഷ്ടപ്പെടുന്ന സുന്നത്താണ്. പുറം നമ്മളെല്ലാവരും തടവും അല്ലേ, ഉള്ളു വരലില്ല. അപ്പൊ ഉള്ളും പുറവും തടവൽ സുന്നത്താണ്. അപ്പൊ തടവേണ്ട രൂപം എങ്ങനെയാണ്, നമ്മൾ ചെയ്യില്ലേ, ചെവിന്റെ ഇവിടെ തല ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഉള്ളങ്ങയിലല്ലോ ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളായി. മനസ്സിലായോ? തിരിഞ്ഞോ? കൈ നമ്മൾ തടവിന് ശേഷം ഈ കൈ കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ചാലക്കൂടെ നിന്ന് പോലെ. അപ്പൊ എന്താവും, അപ്പൊ എന്ത് കിട്ടും? ഉള്ളും പുറവും തടവി സുന്നത്ത് നമുക്ക് ലഭ്യമാവാൻ സാധ്യമാകും. അപ്പൊ അതാണ് അടുത്തൊരു സുന്നത്ത് എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യമാണ് അത് കുറ്റാക്കുന്നുണ്ടാവില്ല, നമ്മളെ പുറത്തൊക്കെ ഉണ്ടാവുള്ളൂ. എന്താവുക, രോമങ്ങളെ തിക്കകറ്റുക എന്നുള്ളതാണ്. ഷീഫി മില്ലഹിയത്തി, താടിയുള്ളതായ രോമങ്ങൾ, ഇടത്താടിയുള്ളതായ രോമങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുക, പിന്നെ അതാ തിങ്ങിയ താടി തിക്കകറ്റുക. ചുരുക്കി പറഞ്ഞാൽ തിങ്ങിയ താടി തിക്കകറ്റുക. അത് താടിൻ്റെ രോമത്തിന് മോൾ കൂടി തന്നെ തടവിയാൽ എന്താകും, വുളൂ ശരിയാകും. അതിൻ്റെ കൂട്ടത്തിൽ എന്താ, ഇതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരലിട്ടാൽ ഒരു സുഖം കിട്ടും, സുന്നത്തും കിട്ടും. അതാണ് പോയിന്റ്. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം പിന്നെയാണ് വിരലുകൾ, കൈ വിരലുകൾ ചെയ്യുക, തഷ്ബീഖ് ചെയ്യുക. കൈയൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, വിരലുകളൊക്കെ തമ്മിൽ കോർക്കുക. പുതുക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ സമയത്ത് വിരലുകൾ തമ്മിൽ കോർക്കലും സുന്നത്താണ്. മാത്രമല്ല മിൻ അസുഫലി ഹിൻസറി യദിൽ യുസ്റ, ഇടത്തെ കൈയിൻ്റെ അവരിജിനെ കാല് കഴുകുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിൽ കൂടി വെള്ളക്കെട്ടെന്ന് കഴിയുക. നമ്മളങ്ങനെ ചെയ്യലുണ്ടോ? നമ്മൾ ചെയ്യലുണ്ടോ? നമ്മൾ 2-3 ഭാഗമാണ് അല്ലേ. വുളൂഇന്റെ സുന്നത്തപ്പെട്ടതാണ് എന്ത്, എന്തുകൊണ്ടായിരിക്കണം, ബിഹിൻസറിയതിൽ യുസ്റ, ഇടത്തെ കൈ കൊണ്ട് കാല് വിരലിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യുക, പിന്നെ അകറ്റി കഴുകുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ആതാനി ജിബ്രീലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ടോ ഇതാ തവല്ലഅത, നിങ്ങൾ വുളൂ ചെയ്താൽ നിങ്ങളുടെ
താടി എല്ലുകളെ, താടി രോമങ്ങൾ നിങ്ങൾ തിക്ക കെട്ടുക എന്നൊരു ഹദീസുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം ഖല്ലലു ബൈന അസാബിഅക്കും, നിങ്ങളുടെ വിരലുകളും തിക്ക കെട്ടുക. ലാ യുഖല്ലിലുല്ലാഹ്, എന്തിനു വേണ്ടി? ലാ ബൈന ആവിന്നാർ, നരകം കൊണ്ട് നിങ്ങളെ തിക്ക കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൈവിരലുകൾ തിക്ക കെട്ടുക എന്നുള്ള റസൂലിന്റെ ഹദീസ് കാണാം. അത് വലിയൊരു പോയിന്റാണ്. എന്ന് പിന്നെ പറഞ്ഞു, അല്ലാഹു റസൂൽ പറഞ്ഞു വൈലുൻ, ഒരു സർവനാശവും ലിൽ ആഖാബി, മടമ്പുകളുള്ള ആളുകൾ, നരകത്തിൽ നിന്ന് മടമ്പുകളുള്ള ആളുകൾക്കാണ് ഏറ്റവും വലിയ നാശം. അത് വലിയൊരു ഹദീസാണ്, നമുക്ക് വേണം. ഏതായാലും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താടിയെ തിക്കകറ്റലും കൈവിരത്തിലും വലിയ പുണ്യമുള്ള കാര്യമാണ്. അത്രക്കാരെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കാൻ അവർ സബബാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിന്റെ ചുരുക്കണം. താടി അകറ്റലും കൈവിരലുകൾ കോർത്ത് കൈകളും കാൽവിരലുകളുടെ ഇടയിലൂടെ ചെറുവിരൽ വെച്ചുകൊണ്ട് കൈകളൊക്കെ എന്താണ്? അത് നരകമോചനത്തിലുള്ളതായ ഒരു സബബാണ് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി. അതുപോലെ അവയവങ്ങൾ തേച്ചുരച്ച് കഴിയുക. മാത്രമല്ല എന്നിട്ട് വുദൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കിബിലക്ക് മുന്നിട്ടിട്ട് 3 തവണ പറയണം. 3 തവണ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിട്ട്, കയ്യും മേൽപോട്ട് കണ്ണും മേൽപോട്ട്. എന്നിട്ടാണ് വുദൂഇന് ശേഷമുള്ള ദുആയുണ്ടല്ലോ, ആ ദുആ ഞങ്ങൾക്ക് ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതത്തഹിരീൻ വജഅൽനി മിൻ ഇബാദിസ് സ്വാലിഹീൻ. പിന്നെ സുബ്ഹാനല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന ദിക്ർ 3 തവണയാണ് സുന്നത്തുള്ളത്. എല്ലാവരും 3ആണ്. അവയവങ്ങളും ഈ പ്രാർത്ഥനയും ഒക്കെ 3ആണ്. എന്നിട്ടോ ഇന്നാ അൻസൽനാഹു സൂറത്ത് ബഅദ ദാലിക, അതിനുശേഷവും നിങ്ങൾ നിർവഹിക്കുക എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ ഹദീസിൽ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ചെയ്യാം. ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പഠിപ്പിക്കുകയാണ്. മൻ തവല്ല, ഒരാൾ വുദൂ എടുത്തു. എങ്ങനെ? ഫഹസനൽ വുദൂഇ, ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഒരാൾ വുദൂ എടുത്തത്. എന്നിട്ടോ സുമ്മ റഫഅ, പിന്നീട് അവൻ ഉയർത്തി ബസറഹു, അവന്റെ കണ്ണും റഫഅ ബസറു, അവന്റെ കണ്ണുകൾ സമായി ആകാശത്തിലേക്ക് ഉയർത്തി. സുമ്മ, പിന്നീട് അവൻ എന്ത് ചെയ്തു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ചെയ്യുകയും ചെയ്തു. എന്നാൽ അല്ലാഹു അവനക്ക് വേണ്ടി തുറന്നു കൊടുക്കും സമാനിയത അബ്വാബ് ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. എന്നിട്ടോ യദ്ഖുലു മിൻ അയ്യുഹശാൽ, അവൻ ഉദ്ദേശിക്കുന്ന ഒന്നിലൂടെ അവനക്ക് പ്രവേശിക്കുകയും ചെയ്യാം. മാത്രമല്ല എന്നിട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം മൻ, ഒരുത്തൻ ഓതി. എന്തോതി? ഖറഅ സൂറത്ത് ഇന്നാ അൻസൽനാ. ഇത് പുതിയ ഇൽമാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാത്ത ഇൽമാണ്, ശ്രദ്ധിച്ചോളൂ. അങ്ങനെ എന്ത് ചെയ്തു? 3 പ്രാവശ്യമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പ്രാർത്ഥന നിർവഹിക്കേണ്ടത്. ഈ 3 പ്രാർത്ഥന 3 വട്ടം ചെയ്തതിന് ശേഷം ആരെങ്കിലും ഇന്നാ അൻസൽനാ എഴുതുന്ന സൂറത്ത്, ശരി സൂറത്തല്ലേ, അറിയില്ലേ? ഒന്ന് ശ്രദ്ധ നോക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിറബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹത്താ മത്ലഉൽ ഫജ്ർ. ഇത്ര ഒരു ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഫീ ഇതറി വുദൂഹി മറ, ഒറ്റ വട്ടം ഓതി കഴിഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്നാൻസന്ന സൂറത്ത് 1 തവണ ഓതി കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു കാന സിദ്ദീഖീൻ, അവൻ സിദ്ദീഖീങ്ങളോട് കൂടെ ആയിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ. ഇത് കണ്ടോ? വുദൂ എടുത്തു, കൃത്യമായി എല്ലാം പാലിച്ചുകൊണ്ട് വുദൂ എടുത്തു. വുദൂ എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു. 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ വലിയ അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒറ്റത്തവണ ഇന്നാൻസിന്റെ സൂറത്ത് ഓതിയാൽ ഖിയാമത്ത് ആരുടെ ആയിരിക്കും? സിദ്ദീഖീങ്ങളുടെ ആയിരിക്കും. അല്ലാഹു റസൂൽ നിർത്തിയില്ല, പിന്നെ പറഞ്ഞു വമൻ ഖറഅ മറത്തൈനി, ആരെങ്കിലും വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം 2 വട്ടം ഇന്നാൻസിന്റെ സൂറത്ത് ഓതി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഫീ ദീവാൻ ശുഹദാ, അവന്റെ പേര് ശുഹദാക്കളുടെ പട്ടികയിലാണ് ഉണ്ടാവുക. നാളെ കോടതി എത്തും, മാഷറിൽ നമുക്കൊരു രജിസ്റ്റർ ഉണ്ടാകും. ആ രജിസ്റ്റർ നമ്മളെ പേരെവിടെ ഉണ്ടാവുക? ശുഹദാക്കളുടെ പേരുള്ള സ്ഥലത്ത് നമ്മളെ പേരുണ്ടാവുക. ശുഹദാക്കളുടെ കൂടെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. പതിവടി കൂടെ ചെറിയ സൂറത്തല്ലേ, നിർത്തിയില്ല, അല്ലാണ്ട് നിർത്തിയില്ല. വമൻ ഖറാഅ, ആരെങ്കിലും ഓതിയാൽ സലാസൻ 3 തവണ ഇന്നാൻസൽ എന്ന സൂറത്ത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പതിവാക്കി കഴിഞ്ഞാൽ ഹശറഹുല്ലാഹു മഅൽ അംബിയാ, അല്ലാഹു അവനെ നബിമാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടുമെന്ന് ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ കഴിവിൻ്റെ പരമാവധി ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ നിർത്തുകയാണ്. ഇനി ഒരുപാട് സുന്നത്തുകളുണ്ട്, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. പ്രധാനമായിട്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇൽമ് എന്നുള്ളത്, പ്രധാനമായിട്ട് പതിവാക്കേണ്ട ഒരു അമല് എന്നുള്ളത്, വുളൂഇന് ശേഷം എന്താവണം? പ്രാർത്ഥന നിർവഹിക്കണം. 1 വട്ടമല്ല 3 വട്ടം. പിന്നെ അതിന് ശേഷം 3 വട്ടം ഇന്നാൻസലിന് വരണം. 1 വട്ടെങ്കിലും ചുരുങ്ങിയത് തോന്നണം. സമയം ഉണ്ടെങ്കിൽ 2 വട്ടം, കഴിയുമെങ്കിൽ 3 വട്ടം ചെയ്താൽ നാളെ എവിടെയാണ് നബിമാരോടൊപ്പം കിട്ടുക എന്ന് പറഞ്ഞാലേ, എന്നാൽ ചെയ്താൽ മതിയല്ലോ. വുളൂ എടുക്കുക, പ്രാർത്ഥന നടക്കുക, നബിമാരെ എടുക്കാമല്ലോ. ബാക്കി തെറ്റൊക്കെ ചെയ്യാമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, ഇരിക്കുന്ന എല്ലാവരും വെല്ലുവിളിക്കുകയാണ്. സദാസമയം വുളൂ എടുക്കുന്നു. വുളൂ എടുത്തതിന് ശേഷം ഈ പ്രാർത്ഥനയും നിങ്ങൾ നിർവഹിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ധൈര്യം തെറ്റിയതാണ്. ധൈര്യം തെറ്റി കഴിയില്ല. നമ്മളെ കൊണ്ട് ഓട്ടോമാറ്റിക്കൽ എന്താകണം? എല്ലാ തിന്മകളും മാറിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ സിദ്ധിക്കുക, സത്യവാന്മാരോടൊപ്പം ഉൾപ്പെടുക, അങ്ങനെ നമ്മൾ ശ്രോതാക്കളോട് ഉൾപ്പെടുക, അങ്ങനെ നമ്മൾ നബിമാരോട് ഉൾപ്പെടുക. നമ്മൾ പഠിച്ച ഇൽമ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനുഷ്യലോകത്തെ സൃഷ്ടിക്കുന്നതിന് 50 വർഷം മുമ്പേ നമുക്കുള്ള ഖദറിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കണം, ആര് എപ്പോൾ ജനിക്കണം, ആരിപ്പോൾ മരിക്കണം, ആർക്ക് രോഗം വരണം, ആർക്ക് സന്തോഷം വരണം, ആർക്ക് സങ്കടം വരണം, ആർക്ക് അപകടം വരണം, ആർക്ക് വിവാഹം കഴിക്കണം, ആരെ കിട്ടണം, എത്ര മക്കളുണ്ടാണ് എന്നൊക്കെ അവിടെ കണക്കാക്കിയിട്ടുണ്ട്. ലോഹുൽ മഹ്ഫൂദിലുണ്ട്. നമ്മൾ ജനിക്കുന്നതിൻ്റെ, നമ്മൾ ഈ ആകാശം സൃഷ്ടിക്കുന്നതിൻ്റെ 50 വർഷം മുമ്പേ കണക്കാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു കണക്കാക്കിയതായ വിപത്തുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്കാക്കിയ വിപത്തുകൾ ഓരോന്നോരോന്നായിട്ട് അള്ളാഹു കിട്ടും. ഖൈർ കിട്ടൂല, ഖൈർ എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു റഹ്മാനും റഹീമും ആയത്. റഹ്മാൻ അർത്ഥം എന്താ? ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്നതിനാണ് അള്ളാഹ്. റഹീം പറഞ്ഞാലോ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നതിനാണ് അള്ളാഹ്. ആണ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന ഇൽമുകൾ ജീവിതത്തിൽ പകർന്ന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരോട് ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൃത്യമായി പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് അറിവുകൾ നുകരാനും പഠിക്കുന്ന അറിവ് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ഒത്തൊരുമിച്ച് കൂടി എല്ലാവർക്കും അള്ളാഹു ഖൈർ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് എല്ലാവരും തന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. റഹീമായ മലക്കുൽ മുലൂക്കായ രാജാതിരാജനായ റഹ്മാനേ, അല്ലാഹുവേ ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. അത് കാരണമായി ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ വലുതോ ചെറുതോ ആയ എന്തെല്ലാം തെറ്റുകൾ
തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ റഹ്മാനേ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഇൽമു പറഞ്ഞ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്ത് നിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുചര്യ മുറുകെപ്പിടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ എല്ലാ മേഖലയും നീ ഖൈർ നൽകണം അല്ലാഹ്. ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ കുടുംബം കൃഷി കച്ചവടം യാത്ര തുടങ്ങിയ എല്ലാ മേഖലയിലും നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും റാഹത്തും ഐക്യവും സമാധാനവും സന്തോഷവും നൽകണം അല്ലാഹ്. അതിനൊരു സബബായി ഈ ക്ലാസ്സിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. അതിനൊരു സബബായി ഞങ്ങൾ ഇവിടെ പാരായണ ഹദ്ദാദ് റാത്തീബിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ മരണം ആസന്നമാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ മാരകമായ രോഗങ്ങൾക്കും ഞങ്ങൾക്ക് ശമനം നൽകണം അല്ലാഹ്. അപകടങ്ങൾ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നീ രക്ഷ നൽകണം അല്ലാഹ്. റഹ്മാൻ ഞങ്ങളെ നാട്ടിലെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, കാരണന്മാരുണ്ട്, പിഞ്ചു മക്കളുണ്ട്, പൈതൃകങ്ങളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫാഖ് നൽകണം അല്ലാഹ്. എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫാഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഡയാലിസുമായി ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ, ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൻ, അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. അതുപോലെ ഉറ്റവർ ഒടിയവർ സ്നേഹിച്ചവരെ സഹായിച്ച ഭക്ഷണം നൽകിയവർ അവരിന്ന് പലരും റഹ്മാനെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. അതുപോലെ ഞങ്ങൾ ഇന്നാരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഖബർസ്ഥാനിൽ വിഷമിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ പ്രത്യേകം ഖൈർ നൽകണം അല്ലാഹ്. അവിടെ കബറിടം കണ്ണെത്താ ദൂരത്തോളം വിശാല നൽകണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുബലോക സുഖത്തിൽ ഒത്തൊരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله جميع الأنبياء والمرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്ന വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.